പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് കഴിയും. നാം പലപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ വചനം കഠിനമാണ്, അതനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമാണ് എന്നാണ്. എന്നാൽ പ്രഭാഷകൻ 15:15 തിരുവചനം പറയുന്നു, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എന്ന്. നാം ദൈവത്തോട് വിശ്വസ്തരാകുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ കഴിയുന്നത്. ദൈവത്തോട് സ്നേഹമുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഭാരമുള്ളതായി തോന്നുകയില്ല. ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ വിശ്വസ്തത ഉണ്ടായിരിക്കും. വിശ്വസ്തത നമുക്കുണ്ടെങ്കിൽ നാം ദൈവവചനം പാലിച്ച് ജീവിക്കുകയും ചെയ്യും. നാം വചനം പാലിച്ച് ജീവിക്കുമ്പോൾ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നാം പ്രാപിക്കുകയും ചെയ്യും. വെളിപാട് 2:10 തിരുവചനം പറയുന്നത്, മരണം വരെ വിശ്വസ്തരായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് ലഭിക്കും എന്നാണ്. വിശുദ്ധ ലൂക്ക 16:10 തിരുവചനം പറയുന്നു, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവർ വലിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കും എന്ന്. ദൈവത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നത് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ്. ഗലാത്യ 1:4 തിരുവചനം പറയുന്നുണ്ട്, തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു തന്നെ ബലിയർപ്പിച്ചു. യേശു വഴി നാം പാപമോചനവും രക്ഷയും കൈവരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അതികഠിനമായ പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ച യേശുവിനോട് നാം വിശ്വസ്തരും സ്നേഹവും അനുസരണയും നന്ദിയുമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ വചനം പാലിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ ഒരു ബോധ്യമുണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദിയും സ്നേഹവും വിശ്വസ്തതയും അനുസരണവും എല്ലാം ഉണ്ടാകും. വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുവാനായിട്ടാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ച് തരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം ഭാരം കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടും. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.